പച്ചക്കറി ഫുൾ സെറ്റാക്കി വെക്കണം, നാളത്തേക്ക് ഫുൾ സദ്യയാണ്. അതുകൊണ്ട് ആ പച്ചക്കറി മുറിക്കലാണ് രാത്രിയത്തെ പണി. നമ്മൾ ക്യാബേജ് മാത്രം നാളെ മുറിക്കും വറവിന് വേണ്ടിയിട്ട്, ബാക്കി എല്ലാം ഇന്ന് നമുക്ക് സെറ്റാക്കണം. ഓൾറെഡി പച്ചടി ഷീജേച്ചി വന്നപ്പോൾ സെറ്റാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പിന്നെന്താ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂബ്സും നീളമുള്ള കഷ്ണങ്ങളും എല്ലാം ആക്കിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് വറുത്ത് വെക്കാനാണ് തേങ്ങ. ആ പണിയും കൂടെ തീർത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ തീരെ പണിയിൽ അടുപ്പത്ത് കയറ്റുക, ജസ്റ്റ് കഷ്ണങ്ങളിടെ വേവിക്കുക, അരക്കുക, സാമ്പാർ റെഡി ആ ഒരു അവസ്ഥയിലേക്കാണ് രാവിലത്തെ സെറ്റാക്കി വെക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല ഒരു സാമ്പാറിന് വറുത്തരച്ച കറിയാണല്ലോ സൂപ്പർ, പ്രത്യേകിച്ച് സദ്യക്ക്. അതുകൊണ്ട് വറുക്കാൻ പോവുകയാണ് തേങ്ങ. അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി എല്ലാം ഇട്ടിട്ടാട്ടോ ഞാൻ വറക്കാറ്. ചെറിയുള്ളി അതൊക്കെ ഇട്ടിട്ട് വറക്കാറാണ്. അപ്പോഴേക്കിതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ കഴുകിയ ശേഷം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. മുറിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് അതിൻ്റെ പുറമേ കഴുകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ആ കഴുകിയ കഷ്ണങ്ങൾ കുറച്ച് വെള്ളം പാർന്നിട്ട്, അതായത് ഈ കായ്, ചേന ഇതെല്ലാം കളർ മാറിയോല്ലോ രാവിലെ ആകുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ഈ കണക്കായ വെള്ളം ഒഴിച്ച് വെച്ച് നിരപ്പാക്കിയിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം മുറിച്ച് ഓരോ കഷ്ണങ്ങൾ പൊന്നും അരച്ചോ മകേടനെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചതാണ്. ലാസ്റ്റ് എല്ലാം കൂടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഏട്ടൻ ഇത് സാമ്പാറിൻ്റെ കൂട്ടാണ്. സാമ്പാറിൻ്റെ, അവിയലിൻ്റെ, കൂട്ടുകറീൻ്റെ എല്ലാം അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. എന്നാലും വിഷുവിൻ്റെ സമയത്ത്, വിഷു കഴിഞ്ഞിട്ടെല്ലാം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഫുൾ സദ്യവട്ടങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളീൻ്റെ ആവശ്യമുണ്ട് നമ്മളെ കൂട്ടുകറിക്കൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് നിച്ചുവും പൊന്നും കൂടെ അത് സെറ്റ് ചെയ്യുവാന്ന്. അപ്പോഴേക്ക് ഇതാ ഗേട്ടൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയെന്ന്. അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയും അതെല്ലാം ഇട്ടിട്ടുണ്ട്. അത് വറുത്ത് വരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ തേങ്ങ വറുത്താക്കുന്നത് അടിപൊളിയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടക്കം പൊട്ടലും ഒന്നും പറയണ്ട, എല്ലായിടത്തുനിന്നും പടക്കം പൊട്ടലിൻ്റെ ഒച്ചയെല്ലാം കേൾക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ പൂജ റൂം, അതായത് വിഷു കണിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് നെക്സ്റ്റ് നോക്കുന്നത്. നമ്മളെപ്പോഴും കണി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ രാവിലെ നമുക്ക് വിളക്കും കൂടെ കത്തിച്ച് എല്ലാവർക്കും വേഗം കണി കാണാമല്ലോ. അപ്പം നിച്ചും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിച്ചുവിന് ഭയങ്കര ആവേശം കണി വെക്കാൻ.